ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുക്കീസാണ്. മിനി മിൽക്ക് കുക്കീസ്. ഈ ഒരു കുക്കീസ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടീസിനൊക്കെ കറുമുറ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ കുക്കീസാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കുക്കീസിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ബട്ടറിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ ബട്ടറും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ കുക്കീസ് റെഡിയാക്കി എടുക്കുന്നത് മുട്ട ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എഗ്ലെസ് കുക്കീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു മുട്ട എടുത്തിട്ട് അത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ച് ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. മാവെല്ലാം കൂടി ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചെറിയ ചെറിയ കുക്കീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കി ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് നമുക്ക് ഈ ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. ബോൾസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. ഞാൻ ഓവനിലാണ് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. 160 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ഓവനിൽ മാത്രമല്ല നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ഈ ഒരു കുക്കീസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ മിനി മിൽക്ക് കുക്കീസ് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കുട്ടീസിൻ്റെ മുന്നിലേക്ക് ഇതൊന്നും ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you. Bye.